ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കൊന്നൊരു സിമ്പിൾ റെസിപ്പി നോക്കിയാൽ. സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കാനും സിമ്പിളാണ്, ടേസ്റ്റിൻ്റെ കാര്യത്തിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ചമ്മന്തി അപ്പോൾ അധികം ഇൻട്രൊഡക്ഷനൊന്നും തരേണ്ട ആവശ്യമില്ല. ചമ്മന്തിയുടെ കാര്യം, ഏത് ചമ്മന്തി ഇപ്പോൾ ഏത് രീതിയിൽ ഉണ്ടാക്കിയാലും നമുക്ക് കേരളീയർക്ക് പ്രത്യേക ഒരു ഇഷ്ടമാണ്. അപ്പോൾ ഇതൊരു മല്ലിയിലൊക്കെ ഇട്ടിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അധികമൊന്നും പറഞ്ഞ് ഞാൻ വലിച്ചു നീട്ടണില്ല. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ സുവിധാസ് കുക്കിംഗ് വേൾഡ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ആദ്യം ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് പാനൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ കേട്ടോ. ഞാൻ ഓയിലും എണ്ണയൊന്നുമില്ല, എണ്ണയിലൊക്കെ ചെയ്യാം, പക്ഷെ നമുക്ക് വെളിച്ചെണ്ണയിൽ ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായി ചൂടാവണം കേട്ടോ. അപ്പോൾ കടുക് അധികം ആവേണ്ട, ഒരു 1/4 ടീസ്പൂൺ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അധികമായി കടുക് ഇങ്ങനെ കുത്തു വരും. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് നമ്മുടെ എരിവനുസരിച്ച് ചേർക്കുക കേട്ടോ. കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഭയങ്കര എരിവൊന്നും വേണ്ടെങ്കിൽ അളവ് കുറയ്ക്കുക. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും പറയണില്ല. പിന്നെ വെളുത്തുള്ളി ഒരു 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ ഉള്ളി കേട്ടോ. ഉള്ളി എൻ്റെ ഒരു കൈയുണ്ട്, നമ്മുടെയൊക്കെ കൈയുടെ അളവാണല്ലോ ഉള്ളിക്ക് പറയുക. അപ്പോൾ ആ ഒരു അളവ് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇതായി വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള ആഡ് ചെയ്ത് ഇടാം കേട്ടോ. ഞാനൊരു വലിയ സവാള എടുത്തിട്ടുള്ളത്, ഒരു ചെറിയ അളവ് മതിങ്ങ് ഇതൊക്കെ അളവ് ഇത്തിരി കുറയ്ക്കുക കേട്ടോ. ഞാൻ പിന്നെ ചമ്മന്തി ആകുമ്പോൾ എങ്ങനെയായാലും നമ്മുടെ വീട്ടിൽ ചിലവാകും. അപ്പോൾ ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാടി വരട്ടെ കേട്ടോ. തീ സിമ്മിലിട്ടൊന്ന് വാട്ടിയെടുക്കാം നമുക്ക്. പിന്നെ കല്ലുപ്പ് ആഡ് ചെയ്യുന്നുണ്ട്, ഒരു ടീസ്പൂൺ കല്ലുപ്പിട്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒന്ന് അരച്ചെടുക്കുമ്പോൾ അരച്ചെടുക്കല്ല, ചമ്മന്തിയൊക്കെ ചതച്ചെടുക്കല്ലേ നമ്മൾ ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനി ഒന്ന് വാടി വരട്ടെ കേട്ടോ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശമൊക്കെ ഒരു കളറൊന്ന് മാറി വരുന്നുണ്ട്. പക്ഷേ ഇത് പോരാട്ടോ, നന്നായിട്ടൊന്ന് കളർ മാറി ഇങ്ങനെ ഇതായിട്ട് വരണം. മൊരിയല്ല കേട്ടോ, ഇങ്ങനെ ഒന്ന് വാടി വരണം. അപ്പോൾ ഏകദേശമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. എന്നാലൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നന്നായി ഒന്ന് വാടി വന്നതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ കായം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കായം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ചമ്മന്തിക്ക്. അതും കായവും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം കുറച്ച് മല്ലിയില കേട്ടോ, കുറച്ച് ഇടാൻ പാടുള്ളൂ. ഒരു തണ്ടെങ്ങനെ ഇട്ടാൽ മതി കേട്ടോ. മല്ലിയില നമ്മൾ വാങ്ങുമ്പോൾ ഒരു തണ്ടായിട്ടല്ലേ കിട്ടുക. അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം മാത്രം ഇട്ട് കൊടുത്താൽ മതി. അധികം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുത്തു വരും മല്ലിയിലയുടെ. അപ്പോൾ ചെറുതായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതും അതിലൊന്ന് കിടന്ന് വാടട്ടെ. എന്നിട്ട് പുളി, നമ്മുടെ കോൽപ്പുളി ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കേണ്ട. ഒരു ചെറിയൊരു നെല്ലിക്കയുടെ വലിപ്പമുള്ളതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതും ഇതിലൊക്കെ ഇടുന്ന ജസ്റ്റ് ഒന്ന് വാടാൻ വേണ്ടിയിട്ടാണ്. പുളി എങ്ങനെയായാലും പ്രത്യേകിച്ചൊന്നും ആവാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതൊന്ന് ആയിണ്ട്. ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് ആയിണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാൻ വെക്കാം. എന്നിട്ട് വേണം നമുക്കൊന്ന്, ഞാൻ മിക്സിയുടെ ജാറിലാണ് കേട്ടോ, ഒന്ന് ക്രഷ് ചെയ്തെടുക്കണുള്ളൂ, അരക്കരുത്. അങ്ങനെ എടുത്ത ചമ്മന്തിയാണ്. അപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ചമ്മന്തിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. മല്ലിയിലയുടെ ടേസ്റ്റും ആ കായത്തിൻ്റെ ടേസ്റ്റും ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇപ്പം മക്കൾക്ക് ചോറൊക്കെ കൊടുത്ത് രാവിലെ വിടുന്ന സമയത്ത് അപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത കറിയാണെങ്കിലും ഒരു സൈഡായിട്ട് കൊടുത്തു വിടാൻ പറ്റിയൊരു ചമ്മന്തിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ.